മനസ്സ് നന്നാവട്ടെ. ഇന്ന് ജൂൺ 3 ലോക സൈക്കിൾ ദിനം. 2018 ഏപ്രിലിൽ UN ജനറൽ അസംബ്ലി ജൂൺ 3 സൈക്കിൾ ദിനമായി പ്രഖ്യാപിച്ചു. ഇന്ന് നമ്മോടൊപ്പം ചേർന്നിരിക്കുന്നത് സെക്കൻഡ് ഇയർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥി സഞ്ജയ് കൃഷ്ണയാണ്. സ്വാഗതം. ഇന്ന് ലോക സൈക്കിൾ ദിനമാണല്ലോ. ഈ വിദ്യാലയത്തിൽ VHSC കുട്ടികളിൽ സ്ഥിരമായി സൈക്കിൾ ഉപയോഗിക്കുന്നു എന്ന നിലയിൽ സഞ്ജയ് ശ്രദ്ധിക്കപ്പെട്ടിരിക്കുന്നു. ഹൈസ്കൂൾ ഘട്ടം മുതൽ 2 വീലർ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവരാണ് പലരും. ഈ സാഹചര്യത്തിൽ സ്ഥിരമായി സൈക്കിൾ ഉപയോഗിക്കാൻ കാരണം എന്താണ്? ഈ ഒരു കാലത്ത് സ്ഥിരമായി സൈക്കിൾ ഉപയോഗിക്കാനുള്ള കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, നിയമപരമായിട്ട് നമ്മൾ പ്രായപൂർത്തികളായിട്ടില്ല. പ്രായപൂർത്തി ആവണതിൻ്റെ മുമ്പ് ഒരു വാഹനം എടുത്ത് ഓടിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റകരമല്ലേ. പിന്നെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ആരോഗ്യവും സൈക്കിൾ ചവിട്ട് വെച്ച് കഴിഞ്ഞാൽ ആരോഗ്യം നന്നാവും. അപ്പോൾ അതൊരു വ്യായാമം കൂടിയും നടക്കൂലോ എന്നുള്ളൊരിതിലാണ് സൈക്കിൾ ഒരു സ്ഥിരമായിട്ടുള്ളൊരു വാഹനമായി കൊണ്ടുനടക്കുന്നത്. സൈക്കിൾ ഉപയോഗിക്കുന്ന കുട്ടികൾ മിക്ക സ്കൂളുകളിലും ഉണ്ടാവും. എന്നാൽ സ്വന്തമായി മോഡിഫിക്കേഷൻ ചെയ്യുന്നത് കുറവായിരിക്കും. അങ്ങനെ ഒരു ആശയം എപ്പോഴാണ് തോന്നിയത്? അങ്ങനത്തെ ഒരു ആശയം എപ്പോഴാണ് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ബുക്കിൻ്റെ ഭാരവും പോരാത്തതിന് അത്യാവശ്യം കയറ്റവും വരുമ്പോൾ ചവിട്ടാൻ പ്രയാസമാവും. ആ ഒരു നേരത്ത് നമ്മൾ എന്താ പറയുക, ഒരു വാഹനത്തിൻ്റെ മാതിരി ഒരു സൈക്കിളാക്കി എന്താന്ന് തിരക്കടില്ലല്ലോ. അപ്പം അങ്ങനെ ഒരു ആശയം ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് നേരിട്ടപ്പോഴാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അങ്ങനെ ആക്കിയതിലാണ് ഈ മോഡിഫിക്കേഷൻ. പ്രാവർത്തികമാക്കിയത് എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിൽ നമ്മൾ കാര്യമായിട്ട് ഉപയോഗിച്ചത് ഒരു BMS സിസ്റ്റം, പിന്നെ ഒരു മോട്ടർ, പിന്നെ അതിലേക്ക് വൈദ്യുതി കൊടുക്കേണ്ട ഒരു ബാറ്ററി, പിന്നെ അതിൻ്റെതായിട്ടുള്ളൊരു കൺട്രോളർ ഉണ്ടാവും അത്, പിന്നെ ഒരു ത്രോട്ടിൽ കൺട്രോള് വേറെ. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ വെച്ചിട്ടാണ് ഇത് തുടങ്ങിയത്. അതിലെ മോട്ടർ എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മോട്ടർ പല ടൈപ്പിലും വരും. അതിൽ ഒരു ഗിയർ മോട്ടർ, ഇൻബിൽട്ട് ആയിട്ടുള്ള ഒരു ഗിയറുള്ളൊരു മോട്ടറാണ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഡ് നല്ലോണം വലിക്കും. അപ്പം എന്നാൽ തിരക്കടില്ലാണ്ട് ഈ കയറ്റങ്ങളൊക്കെ കയറിയും കിട്ടും. അപ്പോൾ പിന്നെ തിരക്കടില്ല. പിന്നെ ഒരു സ്പീഡ് ലിമിറ്റ് ഇതിൽ ഓൾറെഡി കൺട്രോൾഡ് ആവും. അപ്പം നമുക്ക് തിരക്കടില്ല. ഒരു 24 വോൾട്ടും 280 വാട്ടിൻ്റെ മോട്ടറാണ് ഞാൻ വെച്ചിരിക്കുന്നത്. പിന്നെ 24 വോൾട്ടും 13 AH അങ്ങനത്തെ ഒരു കപ്പാസിറ്റി, 13 AH ഉള്ള കപ്പാസിറ്റിയുടെ ബാറ്ററിയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഇപ്പം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ സ്കൂൾ ആവശ്യത്തിനും പിന്നെ ചെറിയ വീട്ടാവശ്യത്തിനും മാത്രമേ ഞാൻ സൈക്കിൾ എടുക്കാറുള്ളൂ. അപ്പോൾ എനിക്ക് ഒരാഴ്ചയോളം, അതായത് ഈ 13 AH ബാറ്ററി പറയുമ്പോൾ ഒരു 48 കിലോമീറ്റർ വരയ്ക്ക് മൈലേജ് കിട്ടും. അപ്പോൾ എനിക്ക് ആഴ്ചയിൽ ഒരിക്കലും എനിക്ക് ചാർജ് ചെയ്താൽ മതി. അപ്പോൾ ലാഭം. സൈക്കിളിൻ്റെ അഡ്വാൻറ്റേജസ് ചോദിക്കുകയാണെങ്കിൽ വില, രണ്ടും തമ്മിലുള്ള പ്രൈസിൻ്റെ ഡിഫറൻസാണ് അതിൽ മെയിനായി എടുത്ത് കാണിക്കുന്നത്. 2 വീലർ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കോസ്റ്റ് ഉണ്ട്, മെയിൻ്റനൻസ് കോസ്റ്റ്, പിന്നെ അതിലേക്ക് വേണ്ട ഇന്ധനം ഒക്കെ നമ്മൾ നോക്കണം. സൈക്കിളിലാണെങ്കിൽ മെയിൻ്റനൻസ് കോസ്റ്റ് കുറവാണ്, പിന്നെ ആരോഗ്യത്തിന് നല്ലതാണ്. നമുക്ക് പ്രകൃതിയായിട്ടാണെങ്കിൽ പോവാം. അങ്ങനത്തെ ഒരു വൈദ്യുതിയായിട്ടാണെങ്കിലൊരു വാഹനമാണ് സൈക്കിൾ. ലൈസൻസ് ഇല്ലെങ്കിലും ഇന്നത്തെ കുട്ടികൾ 2 വീലർ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ എനിക്കും 2 വീലർ യൂസ് ചെയ്യണം, ഒരു ചാൻസ് വേണമെന്ന് തോന്നിയിട്ടില്ലേ? തീർച്ചയായിട്ടും അങ്ങനത്തെ തോന്നലുണ്ടെങ്കിൽ പോലും ഇല്ല. ഞാൻ സൈക്കിൾ എന്നുള്ളൊരു വാഹനം നമ്മളെ അത് ഉപയോഗിക്കാത്തതുകൊണ്ട് തോന്നുന്നതാണ്. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ലൊരു വാഹനം തന്നെയാണ്. കാരണം ഒരു ബൈക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ധനം കഴിഞ്ഞാൽ വഴിയിൽ നിൽക്കും, അങ്ങനത്തെ പല പ്രശ്നങ്ങളും ഉണ്ടാവും. സൈക്കിളാണെങ്കിൽ നമ്മളുടെ ആരോഗ്യം കൊണ്ട് ഓടുന്നതാണ്. അപ്പോൾ ഒരു കുഴപ്പമില്ലാതെ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ സാധിക്കും. എനിക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടായിട്ടില്ല. സഹപാഠികൾക്കുള്ളൊരു സന്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കഴിയണതും സൈക്കിൾ ഉപയോഗിക്കുമ്പോൾ ഇന്നത്തെ കാലത്ത് ജിംനാസ്റ്റിക്കായിട്ട് നോക്കണവരാണ് പലവരും. അപ്പോൾ ആരോഗ്യത്തിന് നല്ലതാണ്. ജിംനേഷ്യത്തിലും സൈക്ലിങ് പ്രധാനമാണ്. അപ്പോൾ സൈക്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഇതായിരിക്കും. പിന്നെ പ്രകൃതിയായിട്ട് നമുക്ക് ഇണങ്ങി പോവാം, പ്രകൃതി സൗന്ദര്യം കണ്ടുകൊണ്ട് ആസ്വദിച്ചും കൊണ്ട് പോവാം, ശുദ്ധവായു ശ്വസിക്കാം, അങ്ങനത്തെ പല ഗുണങ്ങളുണ്ട്. അപ്പോൾ കഴിയണത് നമ്മൾ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് സൈക്കിൾ എടുക്കാൻ നോക്കുക. വാഹനങ്ങൾ പ്രായപൂർത്തിയാവാത്ത കുട്ടികൾ കഴിയണത് ഒഴിവാക്കാനും നോക്കുക. ഇത്തരം ഒരു സന്ദേശമാണ് എനിക്ക് കൊടുക്കാറുള്ളത്. ഇന്നത്തെ ഇന്റർവ്യൂ ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. നന്ദി, നമസ്കാരം.